ഇന്ന് ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. അത്ഭുത പ്രതിഭ, ഭാരതം കണ്ട പ്രതിഭാശാലി എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹത്തിൻ്റെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2012 ലോക ഗണിത വർഷമായി ആചരിച്ചു. അതേ തുടർന്നിങ്ങോട്ട് എല്ലാ വർഷവും ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ റോബർട്ട് കനീഞ്ചൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അനന്തതയെ അറിഞ്ഞവൻ എന്നാണ്. തഞ്ചാവൂരിലെ ഒരു തുണിക്കടയിലെ കണക്കെഴുത്തുകാരനായ ശ്രീനിവാസ അയ്യങ്കാറിൻ്റെയും ക്ഷേത്രങ്ങളിൽ കീർത്തനങ്ങൾ ആലപിച്ചിരുന്ന കോമളലതാൾ എന്നിവരുടെയും മകനായി 1887 ഡിസംബർ 22 ശ്രീനിവാസ രാമാനുജൻ ജനിക്കുന്നത്. ശ്രീനിവാസ രാമാനുജൻ്റെ മുഴുവൻ പേര് ശ്രീനിവാസ രാമാനുജൻ അയ്യങ്കാർ എന്നാണ്. ഭാരതം കണ്ട പ്രതിഭാശാലി, കേവലം 33 വർഷം മാത്രം നീണ്ട ജീവിതം. അതിനുള്ളിൽ തന്നെ ഒരു ഗണിതശാസ്ത്രജ്ഞൻ എത്താവുന്ന ഉയരങ്ങളിൽ അദ്ദേഹം എത്തിച്ചേർന്നു. പഠനകാലത്ത് എന്നും ഗണിതത്തിൽ ഒന്നാമതായിരുന്നു. പ്രൈമറി സ്കൂളിൽ പരീക്ഷയിൽ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച മാർക്ക് അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. പൈയുടെ മൂല്യം 4 ദശാംശം വരെ കണ്ടുപിടിച്ച് കൂട്ടുകാരെയൊക്കെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പൈയുടെ മൂല്യം 8 ദശാംശം വരെ കണ്ടുപിടിക്കുന്നതിനുള്ള നിർദ്ധാരണ രീതി അദ്ദേഹം രൂപപ്പെടുത്തി. ആ അൽഗോരിതമാണ് പിന്നീട് കമ്പ്യൂട്ടറുകളിലും മറ്റും ഉപയോഗിച്ചിരുന്നത്. ഒരു ദിവസം കണക്ക് ക്ലാസ്സിൽ അധ്യാപകൻ ബോർഡിൽ ഒരു ചോദ്യം എഴുതിയിട്ടു. 3 പഴത്തിൻ്റെ ചിത്രം. ചോദ്യം ഇതായിരുന്നു: 3 കുട്ടികൾക്കായി ഈ പഴം പങ്കുവെച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? ഒരു കുട്ടി ഉത്തരം പറഞ്ഞു, ഓരോ പഴം വീതം കിട്ടും. എന്നാൽ മറ്റൊരു കുട്ടി തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. ഒറ്റ പഴവും ഒരു കുട്ടിക്കും കൊടുക്കുന്നില്ല എങ്കിലും എല്ലാവർക്കും ഓരോ പഴം കിട്ടില്ലേ? മറ്റു കുട്ടികൾ അവനെ മണ്ടനെന്ന് വിളിച്ച് കളിയാക്കി. 0 0 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 1 അധ്യാപകൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് മറ്റാരുമല്ല, ശ്രീനിവാസ രാമാനുജനാണ്. സ്കോളർഷിപ്പ് കിട്ടി കുംഭകോണം സർക്കാർ കോളേജിൽ പഠിക്കാൻ ചേർന്ന അദ്ദേഹം ഗണിതത്തെ മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളിൽ അദ്ദേഹം പരാജിതനായി. അങ്ങനെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. പഠനം മുടങ്ങിപ്പോയെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം ഗണിതത്തിൽ സ്വന്തമായി ഗവേഷണം നടത്തി തുടങ്ങി. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ സമവാക്യങ്ങളും ഒക്കെ രാമാനുജൻ കണ്ടുപിടിച്ചു. പഠനകാലത്ത് സഹപാഠികളിലൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിച്ചേർന്ന GS കാറിൻ്റെ സിനോപ്സിസ് ഓഫ് എലമെൻ്ററി റിസൾട്ട്സ് ഇൻ പ്യുവർ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്നതായിരുന്നു. തൻ്റെ 16-ാം വയസ്സിൽ ആ പുസ്തകം രാമാനുജൻ പഠിച്ചു. അതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് പുതിയ പുതിയ തിയറങ്ങളും രാമാനുജൻ കണ്ടെത്തി. GS കാറിൻ്റെ പുസ്തകം ഏറ്റവും അധികം പഠിച്ചതും അറിഞ്ഞതും രാമാനുജനാണ്. 1909 അക്കാലത്ത് ഹിന്ദു ആചാരപ്രകാരം ജാനകി അമ്മാൾ എന്ന് പറയുന്ന 10 വയസ്സുകാരിയെ തൻ്റെ വധുവായി സ്വീകരിച്ചു. ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന രാമചന്ദ്ര റാവു രാമാനുജൻ്റെ ഗണിത രചനകൾ അവരുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ചു. അങ്ങനെയാണ് രാമാനുജൻ്റെ ഗണിത രചനകൾ വെളിച്ചം കണ്ടത്. പിന്നീട് മദ്രാസിൽ അക്കൗണ്ട് ജനറൽ ഓഫീസിൽ ഗുമസ്തനായി ജോലിക്ക് കയറിയെങ്കിലും തൻ്റെ ഗണിതത്തെയും ഗണിതത്തിനോടുള്ള ഇഷ്ടത്തെയും താല്പര്യത്തെയും രാമാനുജൻ കളഞ്ഞില്ല. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടേയിരുന്നു.
കൂട്ടുകാരുടെ സഹായത്തോടെ തൻ്റെ ഗണിതരചനകളെല്ലാം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ വിവിധ ഗണിതശാസ്ത്രജ്ഞന്മാർക്ക് അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 1913 ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനായ GH ഹാർഡിക്ക് രാമാനുജൻ്റെ കത്ത് ലഭിക്കുന്നു. 10 പേജോളം വരുന്ന ആ കത്തിൽ അടങ്ങിയിരുന്നത് ഇൻഫിനിറ്റ് സീരീസ്, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്, കണ്ടിന്യൂഡ് ഫ്രാക്ഷൻസ്, നമ്പർ തിയറി ഇങ്ങനെയുള്ളവയുമായി ബന്ധപ്പെട്ട 120ഓളം തിയറംസ് ആയിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഹാർഡി രാമാനുജൻ്റെ കഴിവിനെ, രാമാനുജനിലെ അത്ഭുത പ്രതിഭയെ കണ്ടെത്തി. പിന്നീട് രാമാനുജനെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ 1914 ശ്രീനിവാസ രാമാനുജൻ ലണ്ടനിൽ എത്തിച്ചേരുന്നു. 5 വർഷത്തോളം അവിടെ ഗണിതത്തിൽ ഗവേഷണം നടത്തി. സംഖ്യകളോടുള്ള ഇഷ്ടമായിരുന്നു രാമാനുജന്. നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു കഥയുണ്ട്. അസുഖബാധിതനായിരിക്കുന്ന രാമാനുജനെ കാണാനായി ഹാർഡി എത്തുന്ന കഥ. ഏത് സംഖ്യയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് എന്ന രാമാനുജൻ്റെ വാക്കുകൾക്ക് മറുപടിയായി ഹാർഡി ഒരു ചോദ്യം ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ വന്ന കാറിൻ്റെ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ആ കാറിൻ്റെ നമ്പർ ഇതായിരുന്നു 1729, 1729. ഹാർഡിക്ക് അതിലൊരു പ്രത്യേകതയും കാണാൻ സാധിച്ചില്ല. എന്നാൽ ആ നമ്പർ കേട്ട ഉടനെ രാമാനുജൻ പറഞ്ഞു, 2 വ്യത്യസ്ത സംഖ്യാ ജോഡികളുടെ ക്യൂബായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729. 1729നെ 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് എന്നും 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ് എന്നും എഴുതാൻ സാധിക്കും. രാമാനുജനെ അറിയാമായിരുന്ന ഹാർഡിക്ക് അത് അത്ര വലിയ അത്ഭുതമായൊന്നും തോന്നിയില്ല. 1916 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റിന് തുല്യമായ ബിരുദം ശ്രീനിവാസ രാമാനുജന് നൽകി. 1918 റോയൽ സൊസൈറ്റി ഫെലോഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചു. റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിക്കുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാണ് ശ്രീനിവാസ രാമാനുജൻ. 1919 ക്ഷയരോഗം ബാധിച്ച് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോന്നു. തൻ്റെ അവസാന നാളുകളിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. 1920 ഏപ്രിൽ 26 തൻ്റെ 33ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം മദ്രാസ് യൂണിവേഴ്സിറ്റി രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. കുംഭകോണത്തെ അവരുടെ വീട് മ്യൂസിയമായി ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. 1962 ഡിസംബർ 22 അദ്ദേഹത്തിൻ്റെ 75ാമത് ജന്മവാർഷികത്തിന് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കി. ഗണിത ലോകത്തിന് അനന്തസംഖ്യാശ്രേണിയിൽ ഒത്തിരി അധികം സംഭാവനകൾ നൽകിയ ഒരു മഹത് വ്യക്തി തന്നെയാണ് ശ്രീനിവാസ രാമാനുജൻ. ശ്രീനിവാസ രാമാനുജൻ്റെ ചില കണ്ടുപിടുത്തങ്ങളും നമുക്കിവിടെ നോക്കാം. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. താങ്ക് യു.